ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അരി ഉഴുന്നൊന്നും കുതിർത്തരയ്ക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് അവിലിട്ട് കൊടുക്കാം. വെളുത്തതോ ബ്രൗണോ ഏതായാലും എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ അവിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ജസ്റ്റ് ഒന്നങ്ങോട്ട് കഴുകിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയോ വറക്കാത്തതോ ഏതായാലും എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ രീതിയിൽ പുളിപ്പുള്ള തൈര്. ചെറുതായിട്ടൊരു പുളിപ്പുണ്ടെങ്കിലാണ് ദോശ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 1/3 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിൽ ആ റവ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ആദ്യം നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി ഭാഗം ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്, സാധാരണ മുളക് പൊടി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, ചട്നിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് വേണ്ട ചേർക്കാൻ. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ തക്കാളിയിലും സവാളയിലൊക്കെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തരികളുള്ള രീതിയിൽ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ റീഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് 2 വറ്റൽമുളക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വറവിൽ നമുക്ക് വേണമെങ്കിൽ ഉഴുന്നുപരിപ്പും ചേർക്കാം കേട്ടോ. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചട്നി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആ തക്കാളിയുടെ പുളിയും അതുപോലെ എരിവൊക്കെ ഒന്ന് ബാലൻസായി വരും. അതിനുശേഷം ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലെല്ലാത്തിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി മേലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണം. അതുവരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് മേലെ കുറേശ്ശെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ്. ദോശയുടെ കൂടിയും അതുപോലെ ഇഡ്ലിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ആ റവയൊക്കെ നന്നായിട്ട് ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അവസാനം ഇതിലേക്ക് നമ്മൾ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ മാവിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ദോശ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഹോൾസൊക്കെ വന്നിട്ട് ദോശയുടെ കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് പരത്താനൊന്നും പറ്റില്ല, ജസ്റ്റ് പതുക്കെ അതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കുമ്പോഴാണ് അതിൻ്റെ മേലെ നിറയെ ഹോൾസൊക്കെ വരിക. ഈ സമയത്ത് ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. 2 സൈഡ് അത്യാവശ്യം ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോഴാണ് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2 സൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പാനിൽ നിന്ന് എടുക്കാം. അതിനുശേഷം അടുത്ത പ്രാവശ്യം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും പാനിന് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ചൂട് നന്നായിട്ട് കുറച്ചതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ.
ഈ ദോശ നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. ഇത്രയും മാവ് വെച്ചിട്ടൊരു 10-12 ദോശ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ രാവിലെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ദോശമാവൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ദോശയുടെയും ചട്നിയുടെയും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്